ഇനി ഈ കുറ്റകൃത്യം പുതിയ നിയമം അനുസരിച്ച് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഏതൊക്കെ വകുപ്പുകൾ അട്രാക്ട് ചെയ്യുന്നതാണ് അവരിപ്പോൾ നൽകിയിരിക്കുന്ന പരാതി എന്നതുകൂടി നമ്മൾക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജിലേക്കാണ് നമുക്ക് അടുത്തതായി പോകേണ്ടത്. ശ്യാം ദേവരാജ്, ഇപ്പോൾ ബംഗാളി നടി നൽകിയിരിക്കുന്ന പരാതി അത് ഭാരതീയ ന്യായ സംഹിതയിലെ 75ാമത്തെ വകുപ്പിലെ 1ാമത്തെ ഉപവകുപ്പിൽ ലൈംഗിക പീഡനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ശാരീരിക സമ്പർക്കവും അഭികാമ്യമല്ലാത്തതും പ്രകടമായതുമായ ലൈംഗിക അഭിപ്രായങ്ങൾ ഉൾപ്പെടുന്ന മുന്നേറ്റങ്ങൾ, ആ ഒരു വകുപ്പിൽ പെടുന്ന കുറ്റകൃത്യമല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഏതു തരത്തിലുള്ള ഒരു ശിക്ഷയ്ക്ക് അർഹമായ ഒന്നാണ്? ജാമ്യമില്ലാ വകുപ്പാണോ? സുജയ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു ജാമ്യമില്ലാ കുറ്റമാണ് രഞ്ജിത്തിനെതിരെ ചുമത്തപ്പെടാൻ സാധ്യതയുള്ളത്. കാരണം ഈ നടി പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ലെങ്കിൽ ആ വാചകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കേണ്ടത്. ആ വാചകം എന്നത് he clutched hold of my hand and later on attempt to spread his hand to other parts of my body with sexual intention എന്നതാണ്. ഈ സെക്ഷൽ ഇൻറ്റൻഷനോടുകൂടി, അതായത് ഒരു ലൈംഗിക താല്പര്യത്തോടുകൂടി ഒരു സ്ത്രീയെ കടന്നു പിടിക്കുക എന്നാൽ അത് ആ സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ എന്നതാണ് ആ കുറ്റകൃത്യം. ഇത് 2010 സംഭവിച്ച, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെ പുതിയ നിയമമല്ല വരിക. പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള കുറ്റമാണ് ഇത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് BNS ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ലൈംഗിക പീഡനം എന്ന കുറ്റകൃത്യത്തിന്റെ ഉപവകുപ്പിൽ വരുന്നതാണ്. ഇത് സംഭവിച്ചത് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുൻപാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള 354, 384B എന്നീ വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റകൃത്യമാണ് ഇതിൽ ചുമത്തപ്പെടുക. ഇത് 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ജാമ്യമില്ലാ കുറ്റമാണ് രഞ്ജിത്തിനെതിരെ ചുമത്തപ്പെടുക എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഇന്ന് തന്നെ കടവന്ത്ര പോലീസിന് ഇക്കാര്യത്തിൽ രഞ്ജിത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയും. കാരണം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇതിന്റെ പരാതി ലഭിച്ചിരിക്കുന്നത്. ആ പരാതി കൃത്യമായ ഉള്ളടക്കത്തോടു കൂടിയുള്ളതാണ്. ആ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എത്രയും വേഗം കടവന്ത്ര SHOയ്ക്ക് കൈമാറുകയും വേണം. അതിന്മേൽ FIR രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ലളിതകുമാരി കേസ് അനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധി. അതായത് ഇതൊരു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യമാണ്, സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്മേൽ കടവന്ത്ര പോലീസിന് എത്രയും വേഗം ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ആ കേസിലെ പ്രതി എന്നത് സംവിധായകൻ രഞ്ജിത്ത് ആയിരിക്കും. ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ കൂടിയായ രഞ്ജിത്ത് തന്നെയായിരിക്കും. ഇത് 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന, ഒപ്പം പിഴ ശിക്ഷ കൂടി കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച്. അതായത് ഇത് ആ കാലഘട്ടത്തിൽ നടന്ന കുറ്റകൃത്യം ആയതുകൊണ്ട് തന്നെ IPC ഒഫൻസ് അനുസരിച്ചായിരിക്കും കേസ്. അങ്ങനെയാണെങ്കിൽ 354 and 354B ഈ 2 വകുപ്പുകളാണ് സുജയ് സൂചിപ്പിച്ച ഈ 2 വകുപ്പുകളാണ് അതിൽ ചുമത്തപ്പെടുക. നേരത്തെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളാണോ എന്നതിൽ നമുക്കൊരു സംശയമുണ്ടായിരുന്നു. ഈ നിയമവൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ വ്യക്തത വരുത്തുമ്പോൾ മനസ്സിലാകുന്നത് ഈ കുറ്റകൃത്യം സംഭവിച്ചത് IPC ഇന്ത്യൻ ശിക്ഷാ നിയമം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിലെ വകുപ്പുകൾ അനുസരിച്ച്, ആ ബന്ധപ്പെട്ട വകുപ്പുകൾ അനുസരിച്ച് തന്നെ, അതായത് 354-ഉം സുജയ് സൂചിപ്പിച്ച 354-ഉം 354B-യും അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തുക. അസാൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് വിത്ത് ഇന്റന്റ് ടു ഡിസ്റോബ്, അതായത് ലൈംഗിക താല്പര്യത്തോടുകൂടി തന്നെ ഒരു സ്ത്രീയെ കടന്നു പിടിക്കുക, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ, സ്ത്രീയുടെ അന്തസ്സിന് കളങ്കം ക്ഷതമേൽപ്പിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് 354-ഉം 354B-യും പറയുന്നത്. ഇത് രണ്ടും ജാമ്യമില്ലാത്ത കുറ്റം കൂടിയാണ്. രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തപ്പെടും. അത് ഇന്ന് തന്നെ ചുമത്തപ്പെടേണ്ടതുണ്ട്. അത് കടവന്ത്ര പോലീസായിരിക്കും അതിന്മേൽ കേസെടുക്കുക. കാരണം ഈ സംഭവം നടന്നത് രഞ്ജിത്ത് താമസിച്ച ഫ്ലാറ്റിലാണ് എന്ന് ഈ നടി നൽകിയ മൊഴിയിൽ, പരാതിയിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. ആ കുറ്റകൃത്യം എന്തായാലും പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു. കുറ്റകൃത്യത്തെ സംബന്ധിച്ച് വിവരം ലഭിച്ചാൽ എത്രയും വേഗം ആ പരാതി അനുസരിച്ച് ബന്ധപ്പെട്ട SHOയ്ക്ക്, കടവന്ത്ര SHOയ്ക്ക് ആ പരാതി കൈമാറുക. കടവന്ത്ര SHO രഞ്ജിത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് നിയമപരമായ നടപടിക്രമം. അതായത് ഈ ലൈംഗികാതിക്രമത്തിന്, സ്ത്രീയുടെ മാന്യതയെ അപമാനിച്ചതിന് 509-ാം വകുപ്പിലും സംരക്ഷണം നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ അവരുടെ മാന്യതയെ ഇല്ലാതാക്കും എന്ന അറിവോടുകൂടിയാണ്, അതായത് അവരുടെ മോഡസ്റ്റി എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എൻ്റെ സമ്മതമില്ലാതെയാണ് സ്പർശനം എന്ന് പറയുന്ന വാചകത്തിൽ അത് വരുമല്ലോ, അല്ലേ ശ്യാം?
അങ്ങനെ തന്നെ വരും. അത് മാത്രമല്ല, ഇതെല്ലാം മറ്റേതെങ്കിലും വകുപ്പുകൾ കൂടി, മറ്റേതെങ്കിലും നിയമത്തിലെ മറ്റേതെങ്കിലും വകുപ്പുകൾ കൂടി ചുമത്താൻ കഴിയുമെങ്കിൽ അതും അക്കാര്യവും കൂടി ഈ മൊഴി പരിശോധിച്ച പോലീസിന് അതിനനുസരിച്ച് വകുപ്പുകൾ ചുമത്തേണ്ടി വരും. എന്തായാലും 354B എന്ന വകുപ്പ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് ജാമ്യമില്ലാ കുറ്റം തന്നെ, അതായത് അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന കുറ്റം തന്നെ രഞ്ജിത്തിനെതിരെ ചുമത്തേണ്ടിയും വരും. അത് എത്രയും വേഗം തന്നെ ചുമത്തും. രഞ്ജിത്തിനെതിരെ ഇന്ന് തന്നെ കടവന്ത്ര പോലീസിന് FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കാരണം ബംഗാളി നടി ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അവർ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ആ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇതിന്റെ ഒന്നാമത്തെ സാക്ഷിയായി വരിക ആ നടി തന്നെയാണ്, അല്ലെങ്കിൽ പരാതിക്കാരി തന്നെയാണ്, അതിജീവിത തന്നെയാണ്. അതിനുശേഷം ഇക്കാര്യം അവർ പറയുന്ന ആളുകൾ കൂടിയുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവർ അന്നത്തെ ദിവസം യാത്ര ചെയ്ത് ഇവിടേക്ക് വന്നു, അല്ലെങ്കിൽ ഈ ഫ്ളാറ്റിലേക്ക് എത്തി. ഓക്കെ ശ്യാം, ഞാനൊന്ന് അല്ലമീനിലേക്ക് കൂടി പോവുകയാണ്. അല്ലമീൻ ഇപ്പോൾ 354B സെക്ഷൻ 354B IPC അനുസരിച്ച് ക്രിമിനൽ ബലപ്രയോഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ 3 വർഷത്തിൽ കുറയാത്ത തടവും 7 വർഷം വരെ നീട്ടാവുന്നതുമാണ്, പിഴയുമുണ്ട്. ഇക്കാര്യത്തിൽ ഒരു നിയമപരമായിട്ടുള്ള ഉപദേശം കൂടി തേടിയതിനു ശേഷമാണ് അവർ ഈ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഈ പരാതി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ലേ. അതായത് സ്വമേധയാ കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അത് എടുക്കാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ പരാതി നൽകണം എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്നുകൂടി അവർ ഈ പരാതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പരാതിയിൽ അതൊന്നും പറയേണ്ടതില്ല, എങ്കിലും അക്കാര്യത്തിലും അവരൊരു ക്ലാരിറ്റി വരുത്തിയിരിക്കുകയല്ലേ അല്ലമീൻ? ഉണ്ട് സുജി. അതിന് കാരണങ്ങൾ പലതാണ്. കാരണം ഈ ആരോപണ വിധേയരായ പല ആളുകളും ഇന്നിപ്പോൾ തുളസീദാസ് സംസാരിച്ചപ്പോൾ ഉൾപ്പെടെ പറയുന്നത് തെളിവുമായി അവർ വരട്ടെ, അപ്പോൾ കാണാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അപ്പോൾ ബാക്കി നടപടിയിലേക്ക് പോകാമെന്നുള്ളതാണ്. ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളിൽ എത്ര പേർക്ക് ഈ ആരോപണങ്ങൾ സാധൂകരിക്കും വിധം തെളിവ് പോലീസിനോ കോടതിക്കോ ഹാജരാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ സംശയം കൂടി അകറ്റുക ലക്ഷ്യമിട്ടാണ് അത്തരമൊരു വാചകം അതിൽ എഴുതി ചേർത്തതും അത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കാനായില്ലെങ്കിലും മറ്റൊരാളെ സാക്ഷിയായിട്ട് ഹാജരാക്കാനുണ്ട് എന്ന് പറഞ്ഞ് ജോഷി ജോസഫിന്റെ പേര് പരാമർശിക്കുന്നതും, ഒപ്പം പരാതി നൽകിയില്ലെങ്കിലും കേസെടുക്കാൻ വകുപ്പുണ്ട്, പക്ഷേ ഇതുവരെയും കേസെടുത്തില്ല, അതിന് കാരണം തെളിവുകളുടെ അഭാവം ഒരു തിരിച്ചടിയാകുമോ പോലീസിന് എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നുകൂടി കരുതിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ചില വാചകങ്ങൾ കൂടി ആ പരാതിയിൽ നടി എഴുതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായിരുന്നാലും കൃത്യമായി തന്നെ ഈ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, ഈ വിധത്തിലൊരു പരാതി ഉയർന്നു വരുമ്പോൾ തന്നെ പോലീസിന് കേസെടുക്കേണ്ടതാണ്. പക്ഷേ കേസെടുക്കാതെ മാറി നിന്നതിന്റെ കാരണം അത് പലതും ഒരുപക്ഷെ സാങ്കേതികമായിട്ട് അവർക്ക് ചൂണ്ടിക്കാണിക്കാനാകുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും അതൊന്നും നിലനിൽക്കില്ല എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അതുകൂടി സ്ഥാപിച്ചുകൊണ്ടാണ് ബംഗാളി നടി ഈ ഒരു പരാതി ഏതായാലും നൽകിയിരിക്കുന്നത്. രേഖാമൂലം ഒരു പരാതി ഇല്ലാത്തതിന്റെ പേരിൽ കേസെടുക്കാതെ പോകേണ്ടതില്ല. ഇന്നാ പിടിച്ചോ പരാതി, ഇനി എന്തു ചെയ്യുന്നു എന്ന് കണ്ടറിയണം, കാണേണ്ടതുണ്ട്. അത് ബംഗാളി നടിക്ക് മാത്രമല്ല, ഇത്തരത്തിൽ പരാതി ഉന്നയിച്ച് രംഗത്ത് വന്ന ഓരോരുത്തർക്കും അത് കാണേണ്ടതുണ്ട്. പലരും ആക്ഷേപം ഉന്നയിച്ച, ആരോപണം ഉന്നയിച്ച പലരും പറഞ്ഞത് സർക്കാർ ഒപ്പമുണ്ടാകുമെങ്കിൽ, തങ്ങളുടെ പരാതിക്ക് കൃത്യമായ ഒരു പരിഗണന ലഭിക്കുമെങ്കിൽ, മാത്രമല്ല തങ്ങളുടെ സുരക്ഷ ഉറപ്പാകുമെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പലരും പറഞ്ഞത്. ആരോപണം ഉന്നയിച്ച് മാറിപ്പോകുമ്പോൾ ചില നിബന്ധനകൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിയമ നടപടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള പല പ്രതിസന്ധികളും ഉണ്ടാകും. അതിനൊക്കെ ഒരു സംരക്ഷണ കവചം, ഒരു പ്രതിരോധ കവചം ബന്ധപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിലേക്ക് പോകാമെന്ന് പലരും പറഞ്ഞു വെക്കുമ്പോൾ ഒരുപക്ഷെ ഈ ആരോപണ വിധേയർ പലരും വിചാരിക്കുക പരാതിയുമായി മുന്നോട്ട് പോകാനിടയില്ല. ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ നാണം കെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു നിയമ പോരാട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ടാകാം. എന്നാൽ അവർക്കുള്ളൊരു തിരിച്ചടി കൂടിയാണ് ബംഗാളി നടിയുടെ ഈ പരാതി. സ്വാഭാവികമായും ഈ പരാതിക്ക് പിന്നാലെ ആരൊക്കെ നിയമത്തിന്റെ വഴിയിലേക്ക് കടന്നു വരുമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഏതായാലും ഈ പരാതി അതിന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അതിന്മേൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് പരാതി അന്വേഷിക്കുമോ, ഇനി അതല്ല കടവന്ത്ര പോലീസിന് കൈമാറുമോ, ഇനി അതുമല്ല സർക്കാർ രൂപീകരിച്ച പുതിയ അന്വേഷണ ഏജൻസിയുണ്ട്, അന്വേഷണ ടീമുണ്ട്, അവർക്ക് കൈമാറുമോ, അതിനാണ് സാധ്യതകളേറെയും ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. ഇന്നലെ ആ ഉത്തരവ് വന്നപ്പോൾ തന്നെ പുതിയ അന്വേഷണ സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചപ്പോൾ തന്നെ അതിൽ പറഞ്ഞിരുന്നത് തുടർച്ചയായി ചലച്ചിത്ര രംഗത്തെ നടിമാർ പലരും, ചലച്ചിത്ര